പട്ട് പാവാടയ്ക്ക് അരപ്പട്ട വെട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അറിയാത്തവർക്ക് ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് കേട്ടോ. ഞാനും ബിഗിനേഴ്സ് തന്നെയാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചുളിവ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നടു നല്ലോണം ഒന്ന് മടക്കിയിട്ട് നല്ലോണം ഒന്നുകൊണ്ട് ഉരതി കൈ കൊണ്ടൊന്ന് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്. ചിലരിത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെക്കും, പുറത്തുനിന്ന് ഉള്ളിലേക്ക് വെക്കും. എനിക്ക് കംഫർട്ടായത് ഇപ്പോൾ ഒന്നും കൂടി പുറത്തുനിന്ന് ഉള്ളിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ ഞാനന്ന് അങ്ങനെ നോക്കിയതാണ്. ഇതേപോലെ നല്ലോണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് ആ മടക്കം അങ്ങനെ ഉണ്ടാകും. മറ്റേത് ഈ ഒരു പൊള്ളം പോലെയാണല്ലോ. അപ്പോഴത്തേനൊന്ന് കറണ്ട് പോകുന്നതൊക്കെ ചെയ്തപ്പോൾ പിന്നെയും വീഡിയോ വീണ്ടും ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനൊരു ചിലവില്ലാത്ത കാര്യമല്ലേ. ഒന്ന് ഫസ്റ്റായിട്ട് കാണുന്ന വല്ല ഫ്രണ്ട്സും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. എന്നാൽ മറ്റുള്ളവർക്ക് വീഡിയോ എത്തിപ്പെട്ട അവർക്കൊരു യൂസ്ഫുള്ളാവും. പട്ടുപാവാട കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങൾക്കൊന്ന് അടിച്ച് നോക്കാനെന്ന് പറയുന്നവരോട് പറയുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആവശ്യപ്പെട്ടവരെ മുമ്പിലേക്ക് ഇത് എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് അരുതിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. ഒരേ അളവിൽ അരവണ്ണം എത്ര വരുന്നത് വെച്ചാൽ അതേ അളവിന് അതിലേക്കും 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 2 സൈഡും മടക്കി അടിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കത് ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്കതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ അറിയുന്നവർ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഒരുപാടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ അവരും ഇതിൻ്റെ ഐഡിയാസും കാര്യങ്ങളും ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക്. ഈ അറിയാത്തവർക്കൊക്കെ ഒന്ന് പഠിക്കാനും നല്ലതല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ആദ്യം ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടാണ് അടിച്ചിരുന്നത്. അപ്പോൾ അത് 1-2 സ്ഥലത്ത് ഞാൻ ചെറിയ ചുളിവ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്താ അപ്പോൾ അത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് പറഞ്ഞു വില ഇങ്ങനെ കട്ട് ചെയ്താൽ വരും, നീളത്തിൽ കട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഒരു ഐഡിയ കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ്സായി, കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്തിട്ട് പെർഫെക്ഷനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷവും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സ്ഥലവും കാര്യങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ദൂരെയൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് സ്ഥലത്തേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നുണ്ട്. അതിന് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയത് ഫസ്റ്റിൽ ഞാൻ അളവ് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ആകെ കിട്ടിയ പീസുകളാണ് അതാണ്. ഇതൊരു 10 ആൾക്ക് പോലും കൊടുക്കാൻ നമുക്ക് തികയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്, ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ്.